ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടില്ലേ, അപ്പോൾ അതിൽ മ്യൂസിക്കും കൂടെ എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ്. സ്റ്റാറ്റസ് ഇടുമ്പോൾ മ്യൂസിക് ആഡ് ചെയ്യണം. വളരെ റെയറായിട്ട് ആൾക്കാർക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മൾ സാധാരണ ഇൻസ്റ്റയിലൊക്കെ ആഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സിലൊക്കെ ആഡ് ചെയ്യുന്ന പോലെ വാട്സപ്പിലും ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട് നമുക്ക് മ്യൂസിക് ഡയറക്റ്റ് ആഡ് ചെയ്യാനായിട്ട്. അല്ലാതെ വേറെ സ്ഥലത്ത് നിന്ന് മ്യൂസിക് ആഡ് ചെയ്ത് വന്നിട്ട് ഇവിടെ കൊണ്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ജസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുക, എന്നിട്ട് മ്യൂസിക് ഡയറക്റ്റ് ഇതിൽ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ, പെട്ടെന്ന് പറയാം. ഓക്കെ, ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ സ്റ്റാറ്റസ് എടുക്കില്ലേ, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാനായിട്ട് എടുക്കില്ലേ, അതുപോലെ തന്നെ എടുക്കാം. എന്നിട്ട് ആഡ് സ്റ്റാറ്റസിൽ ആ ഐക്കൺ തന്നെ സെയിം, അവിടെ വരെ സെയിം ആണ്. സ്റ്റാറ്റസ് എടുക്കുക, ആഡ് സ്റ്റാറ്റസ് എടുക്കാം. എന്നിട്ട് സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ വീഡിയോ ഫോട്ടോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. കാണുന്നില്ലേ, ഞാൻ ഫോട്ടോ അല്ല ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ആണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ മുകളിൽ ഏറ്റവും ടോപ്പ് സൈഡിൽ നോക്കൂ, അവിടെ മ്യൂസിക്കിൻ്റെ സിമ്പിൾ കണ്ടോ, ആ സിമ്പിളിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യാണ് വേണ്ടത്. ഏറ്റവും ടോപ്പ് സൈഡിൽ ടെക്സ്റ്റ് ടി ഉണ്ട്, മ്യൂസിക്കിൻ്റെ സിമ്പിൾ ഉണ്ട്, അതൊക്കെ ഇല്ലേ, അതിൽ നമ്മൾ മ്യൂസിക്കിൻ്റെ സിമ്പിളിലൊന്ന് പ്രസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ സിമ്പിളിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കൊടുക്കാം. ഞാനിത് മോൻ്റെ ഫോട്ടോ ആയതുകൊണ്ട് കിഡ്സ് സോങ്സ് മലയാളം എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊരു കുട്ടികളുടെ പാട്ടാണെങ്കിൽ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കൊടുക്കാം. അപ്പോൾ ഈ മ്യൂസിക് ഉള്ളിൽ നിന്ന് മാത്രം വന്നു. ഓക്കെ, അപ്പം മ്യൂസിക് ഉള്ളിൽ മാത്രം വന്നു. ഇനി ഏറ്റവും ടോപ്പിൽ കാണുന്നില്ലേ ഡണ്ണ്, അവിടെ ഡണ്ണ് കൊടുക്കുക നിങ്ങൾ. അപ്പം നമ്മൾ ജസ്റ്റ് മ്യൂസിക് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. ആ മ്യൂസിക്കിൻ്റെ സിമ്പിൾ പ്രസ് ചെയ്യുക, മ്യൂസിക് ഉള്ളിൽ മാത്രം വന്നു. എന്നിട്ട് നമ്മൾ ഡണ്ണിൽ പ്രസ് ചെയ്യാം. ഇത്രയുള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ താഴെ കിടക്കുന്നതിൽ ഒരു ആരോയിൽ ഉണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, മ്യൂസിക്കും കൂടെ ആഡ് ആയിട്ടാണ് സ്റ്റാറ്റസ് വന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക്കും കൂടെ ആഡ് ആയിട്ട് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പറയാം. നമ്മൾ സ്റ്റാറ്റസ് സാധാരണ എടുക്കുന്ന പോലെ തന്നെ സ്റ്റാറ്റസ് എടുക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലെ മ്യൂസിക്കിൻ്റെ സിമ്പിൾ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക്, നമുക്ക് എല്ലാ മ്യൂസിക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ, എന്നാലും ഒരുപാട് പാട്ടുകൾ അവൈലബിൾ ആണ്. അതിൽ ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മ്യൂസിക് ഉള്ളിൽ വരും. അപ്പം മുകളിൽ ഒരു ഡൺ വരും, ആ ഡൺ പ്രസ് ചെയ്യുക. താഴെ സ്റ്റാറ്റസ്, സാധാരണ സ്റ്റാറ്റസ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഗ്രീൻ ആരോ ആണ് വരുന്നത്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ആഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ആണ് വരുന്നത്. അപ്പം നമുക്കൊന്ന് ഇടുമ്പോൾ ഇനി ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാം. ഇൻസ്റ്റയിൽ മാത്രമല്ല വാട്സപ്പിലും ഇപ്പോൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോസ് ഇടുമ്പോൾ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ ടിപ്സായിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പോൾ ശരി, ബൈ. എപ്പോഴും പറയണ പോലെ പറയാണ്, ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. എന്നാലും നമ്മൾ പറയുന്നൊരു കടമയുണ്ടല്ലോ. സോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.